Hello friends, welcome back. See the title of today's topic, short run equilibrium of perfect competition. Okay, മാർക്കറ്റ് സ്ട്രക്ചറിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണെന്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. വി നോ ഇറ്റ്സ് മീനിങ് ആൻഡ് ഓൾസോ ഫീച്ചേഴ്സ്. റൈറ്റ്. Additionally, we already uploaded a short video related to price and output determination under perfect competition. Okay. ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹിയർ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ഇൻ എ ലിറ്റിൽ ബിറ്റ് എലാബറേറ്റീവ് വേ. ഓക്കെ, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആണ്, അവിടെ യൂണിഫോം പ്രൈസ് ആണ്. ഇൻഡിവിജ്വൽ ഫേം ഈസ് ഫേസിങ് ദ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്, അഥവാ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ആണ്. ഈ ടോപ്പിക്കൊക്കെ നമുക്ക് അറിയാം. ബട്ട് ഹിയർ വി നീഡ് ടു ഫോക്കസ് ഓൺ വാട്ട് ഈസ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. സിമിലർലി equilibrium output of perfect competition, we need to discuss short run equilibrium as well as long run equilibrium of പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹൗ ക്യാൻ വി മേക്ക് എ കമ്പാരിസൺ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് മൊണോപ്പൊളി ആൻഡ് ഓൾസോ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ റിഗാർഡിംഗ് ദി പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. റൈറ്റ്. ഷോർട്ട് റൺ ആവാം, ലോങ് റൺ ആവാം. റൈറ്റ്. ഹിയർ there are three important possibilities that happen during the short run equilibrium. കൗട്സേനിയാസ് ഒക്കെ മൈക്രോ എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുമ്പം ആ പുസ്തകത്തിലൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഷോർട്ട് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മേ ഏൺ അബ്നോർമൽ പ്രോഫിറ്റ് ഓർ എക്സസ് പ്രോഫിറ്റ് ഓർ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. വി നോ ദ ടേം. Another possibility is that losses or subnormal profit. Right. ബട്ട് ചില മെറ്റീരിയൽ റെഫർ ചെയ്യുമ്പോൾ മൂന്നാമതൊരു പോസിബിലിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് നോർമൽ പ്രോഫിറ്റ്. റൈറ്റ്. ബട്ട് ലോങ് റണ്ണിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേം ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ് ആസ് ഇൻ ദ കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഓക്കെ, ഇതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. You can just refer to playlist and you can watch in a systematic way. We need to focus on equilibrium conditions. Okay, main topic എന്താ, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ എന്താണ്, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഡ്യൂറിങ് ഷോർട്ട് റൺ. Okay, we need to first define what is short run. Short run is the period in which there is a clear cut difference between variable input and fixed input. That is, firm can change the level of output only by changing or altering the variable factors of production. It is not possible to change the plant size or install sophisticated machineries and etc. അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ദർ ആർ ടു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് ഇൻ വിച്ച് എ ഫേം can ensure equilibrium output, optimum level of output. Equilibrium output എന്ന് പറഞ്ഞാൽ എന്താ, that level of output the firm can ensure maximum profit. That is the equilibrium of the firm. Right. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അത് മൊണോപ്പൊളി ആവട്ടെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലൊക്കെ എന്താണ്, സെയിം ആണ്. ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ദാറ്റ് മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. That is the very fundamental equilibrium condition, and this condition we can simply say necessary condition. Okay, please note the term. എൻ്റെ കൂടെ ഉണ്ടാവണം, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. Which is known as necessary condition. Right. Then the second equilibrium condition is that slope of marginal cost curve is greater than the slope of marginal revenue curve. That is marginal cost curve must cut marginal revenue curve from below. Right. Marginal cost എന്താണ്, റൈസിംഗ് ട്രെൻഡ് ആയിരിക്കണം at the point of intersection or equilibrium. Okay, but that is, we can simply say the marginal cost curve must cut marginal revenue curve from below at the point of intersection or equilibrium.
isn't it? അത് നമുക്ക് ഗ്രാഫ് ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. These are the two important conditions, you know. The first condition is known as necessary condition and the second condition is known as, you know, sufficient condition. Is very very important. ഇങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ട് എഴുതുക, കീവേഡ്സിന് അണ്ടർലൈൻ ചെയ്യുക ആൻസർ ഷീറ്റിൽ. Another point here is that, you know, there are three possibilities that a firm face under perfect competition during short run. What are they? First one, you know, abnormal profit. The second thing is that, you know, losses or subnormal profit. Third one, you know, normal profit. The first possibility, that is, you know, abnormal profit or excess profit, or we can simply say supernormal profit. Okay, the firm is earning profit in excess of normal profit, that is, you know, abnormal profit. Here, you know, the additional condition is that average revenue is greater than average cost. This is very important. ഇവിടെ നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ ആവറേജ് കോസ്റ്റ് കർവ് എന്തായിരിക്കണം, ആവറേജ് റവന്യൂ കർവിൻ്റെ താഴെ ആയിരിക്കണം. or simply we can say average revenue is greater than average cost. Okay, നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഫേം എന്താണ്, പ്രൈസ് ടേക്കർ ആണ്, isn't it? അദ്ദേഹത്തിന് പ്രൈസിൽ എന്താണ് ഒരു തരത്തിൽ ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റില്ല. ലാർജ് നമ്പർ ഓഫ് ഫേംസ് ആണ്, പെർഫെക്റ്റ് നോളജ് ആണ്, we know all the features. Okay, then we know the shape of the average revenue curve and also margin revenue curve, that is, you know, horizontal straight line that is parallel to OX axis. Similarly, you know, the shape of the average total cost curve, that is in a U shape. Then marginal cost curve also U shape. Now we can draw the figure. Listen very carefully. Very simple figure. Alright. ഞാൻ ആ ഫിഗർ വരയ്ക്കുന്ന സ്റ്റെപ്പ് പറയാണ്, എൻ്റെ കൂടെ ഉണ്ടാവണേ. OX axis, then OY axis. OX axis we can take output, isn't it? നമ്മൾ കറക്റ്റ് ഫിഗർ വരച്ച് ആക്സിസ് ഒക്കെ ഡിഫൈൻ ചെയ്യണം. ഇങ്ങനെയാണ് എക്സാമിന് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. OY ആക്സിസ് വി ക്യാൻ ടേക്ക്, യു നോ, പ്രൈസ്, ദെൻ റവന്യൂ ഓർ റെസിപ്റ്റ് ആൻഡ് കോസ്റ്റ്. റൈറ്റ്. നൗ we can first draw, the first step is that we can draw demand curve, that is, you know, average revenue curve, that is also marginal revenue curve. Right, this is the, you know, horizontal straight line. We know this is the demand curve of the firm. Okay, this is average revenue, which is also equal to marginal revenue, which is also equal to demand, and that is also equal to price. This is the beauty of perfect competition. നമുക്കറിയാം മൊണോപ്പൊളിയിൽ എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്, ലിറ്റിൽ ബിറ്റ് ഫ്ലാറ്റർ കമ്പയർഡ് ടു മൊണോപ്പൊളി. റൈറ്റ്. ഇതേ ടോപ്പിക്ക് കമ്പാരിസൺ ആയിട്ട് ചോദിക്കട്ടോ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ബിറ്റ്വീൻ മൊണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ ഓൾറെഡി ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ രണ്ടും വാച്ച് ചെയ്തിട്ട് രണ്ടിൻ്റെയും കർവ് നിങ്ങൾ എന്ത് ചെയ്യണം, വരച്ചിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്, അഥവാ ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എന്താണ്, സ്ട്രൈറ്റ് ലൈൻ ആണ്. അഥവാ മാർക്കറ്റ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും. ആ പ്രൈസസ് കൂട്ടാനോ കുറക്കാനോ ആർക്ക് കഴിയില്ല, നമ്മുടെ ഇൻഡിവിജ്വൽ ഫേമിന് കഴിയില്ല. ഓക്കെ, then next step is that, you know, we need to draw average cost curve. Average cost curve നമുക്ക് U shape ആണ്. ആവറേജ് കോസ്റ്റ് കർവ് എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആവറേജ് കോസ്റ്റ് കർവ് മസ്റ്റ് ബി ലെസ് ദാൻ ആവറേജ് റവന്യൂ കർവ്. ഓക്കെ, ആവറേജ് റവന്യൂ കർവ് ആണെന്ത്, നമ്മൾ ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ളത്. സി, യു ഷേപ്പ്ഡ് ആണെന്ത്, നമ്മുടെ ആവറേജ് കോസ്റ്റ് കർവ്. ദെൻ അതിൻ്റെ മിനിമം പോയിന്റ് നമുക്കറിയാം. ദിസ് ഈസ്, യു നോ, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. എന്താ ഷോർട്ട് റൺ എന്ന് കൊടുക്കാനുള്ള കാരണം, because we are discussing short run period. Alright, this is, you know, short run average cost. അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, the minimum point of the short run average cost. Then what is the reason, ആ മിനിമം പോയിന്റിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, മാർജിനൽ കോസ്റ്റ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ മാർജിനൽ കോസ്റ്റ് എന്താണ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് നമുക്കറിയാം യു ഷേപ്പ് ആണ്. ദിസ് ഈസ് ദ മിനിമം പോയിന്റ്. ഓക്കെ, ദിസ് ഈസ് ദി ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്താണ്, ഫസ്റ്റ് കണ്ടീഷൻ നോക്കുക, ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പോയിന്റ് ഒന്നും ഇവിടെ മെഷർ ചെയ്യാനില്ല. ഇവിടുത്തെ മാറ്റർ എന്താ നിങ്ങൾ നോക്കേണ്ടത്, ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിന്റിലൂടെ എന്ത് ചെയ്യുക, മാർജിനൽ കോസ്റ്റ് പാസ് ചെയ്യുക.
ഓക്കെ, അത് എക്സാം വാല്യൂ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തിട്ട് നോക്കും ഈ പോയിന്റ്. അത് നിങ്ങൾ ഈ ഭാഗത്ത് കൂടിയോ ഈ ഭാഗത്ത് കൂടി ചെയ്യരുത്, മിനിമം പോയിന്റിലൂടെ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. സെക്കൻഡ് തിങ് ഹിയർ ഈസ് ദാറ്റ് what is the equilibrium condition? First one, marginal cost is equal to marginal revenue. We know. അത് എവിടെ വരുന്നത്? See, this is the point. ഇവിടെ അല്ല കേട്ടോ, നിങ്ങൾ തെറ്റിപ്പോകരുത്. പല കുട്ടികളും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാറുണ്ട്. ഇവിടെ അല്ല വരിക. ഓക്കെ, ദിസ് ഈസ് ദ പോയിന്റ്. ഇതാണ് എന്ത് ഇക്വിലിബ്രിയം കണ്ടീഷൻ. നമുക്കറിയാം മാർജിനൽ റവന്യൂ കർവ് ആണ്, അത് തന്നെയാണ് ആവറേജ് റവന്യൂ. ദാറ്റ് ഈസ് ദ നാച്ചർ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഓക്കെ, this is the point. Okay, നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് കണ്ടീഷൻ MC is equal to MR. ആ കണ്ടീഷനിൽ സെക്കൻഡ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്, അഥവാ സഫീഷ്യന്റ് കണ്ടീഷൻ. ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് MC is greater than slope of MR, or simply we can say marginal cost curve cut marginal revenue curve from below. മുകളിൽ നിന്നല്ല, ഇവിടെ നിന്നല്ല കട്ട് ചെയ്യുന്നത് എന്താ? ഫ്രം ബിലോ. ആ സമയത്ത് എന്താ? മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് റൈസിങ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഓക്കെ, നൗ നമുക്ക് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ we can just connect a line to output axis. Okay, that is OQ. This is the equilibrium output, OQ. Now we need to find out the cost. Okay, പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, മാർജിനൽ റവന്യൂ കർവ് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു? E എന്ന് കൊടുക്കുന്നു. ഇവിടെ ഞാൻ എന്താണ് E എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ മാർക്ക് ചെയ്യുന്നതിൻ്റെ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ. ഓക്കെ, ആ പോയിന്റ് ഉള്ള അവിടുത്തെ ഇമ്പോർട്ടൻറ്റ്. നൗ ആവറേജ് റവന്യൂ കർവ് അവിടെ തന്നെയാണ് അല്ലേ? അപ്പോൾ ആവറേജ് റവന്യൂ കർവ് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? പ്രൈസ് കിട്ടും. ദിസ് ഈസ് ദ P. റൈറ്റ്, നൗ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് കോസ്റ്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് കണ്ടു. ആ ഇക്വിലിബ്രിയം പോയിന്റിൻ്റെ അവിടെ നമ്മൾ ലൈന് വരച്ചില്ല. ആ ലൈന് വരച്ചപ്പം ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ കർവിൻ്റെ അവിടെ ടച്ച് ചെയ്ത്, ഇവിടെയാണ് ടച്ച് ചെയ്ത്. ആ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ കർവിൻ്റെ അവിടെയാണ് എന്ത് നമുക്ക് കോസ്റ്റ് ഉള്ളത്. ആ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് ദി കോസ്റ്റ്. ഓക്കെ, ഞാൻ അവിടെ എന്ത് കൊടുക്കുന്നു? C എന്ന് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇവിടെ ഞാൻ എന്ത് കൊടുക്കുന്നു? ഇവിടെ ഞാൻ പോയിന്റ് A എന്നുള്ള പോയിന്റ് കൊടുക്കുന്നു. ഓക്കെ, നൗ you can see what is the equilibrium level of output, OQ. Okay, similarly we need to understand what is the equilibrium price. Equilibrium price is OP. Okay, now we need to measure the profit. ഇവിടെ എക്സസ് പ്രോഫിറ്റ് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്, നമ്മൾ കണ്ടെത്തണം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഓർ പൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ്. വി നോ ദ പോയിന്റ്, റൈറ്റ്? ദെൻ വാട്ട് ഈസ് ടോട്ടൽ റവന്യൂ? ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. വാട്ട് ഈസ് ടോട്ടൽ കോസ്റ്റ്? ആവറേജ് കോസ്റ്റ് ഇൻറ്റു ക്വാണ്ടിറ്റി. നൗ യു ക്യാൻ ജസ്റ്റ് ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ മൈനസ് ആവറേജ് കോസ്റ്റ് ഇൻറ്റു Q. ഓക്കെ, ഈ ടെക്നിക്കൽ ടേംസ് നിങ്ങൾ മനസ്സിലുണ്ടാവണേ. അപ്പോൾ ദിസ് റെക്റ്റാങ്കിൾ ഈസ് ദി എക്സസ് പ്രോഫിറ്റ്. ഞാൻ അതിനെന്ത് ചെയ്യുന്നു? മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ജസ്റ്റ് അതിനെ ഷെയ്ഡ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിളാണോ? പോയിന്റ് നേർക്ക് മനസ്സിലാക്കുക. കറക്റ്റ് എക്സാമിന് ഇത് വരച്ചിട്ട് എന്ത് ചെയ്യാണ്? ഈ സ്റ്റെപ്പ് കറക്റ്റ് ഫോളോ ചെയ്ത് നമ്മൾ വരച്ചിട്ട് കാണിച്ചു കൊടുക്കണം. ഓക്കെ, നൗ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് സം പോയിന്റ് ഹിയർ ഈസ് ദാറ്റ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, Q to E. ഓക്കെ, ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യാണ്. QE എന്ന് പറയുന്ന പോയിന്റ് ആണെന്ത്? ദാറ്റ് ഈസ് ആവറേജ് റവന്യൂ. ഓക്കെ, ആവറേജ് റവന്യൂ ആണ് എന്താ? റവന്യൂ പെർ ഔട്ട്പുട്ട്, QE. ദെൻ QA എന്ന് പറയുന്ന പോർഷൻ ആണെന്ത്? QA എന്ന് പറയുന്ന പോർഷനാണ് ആവറേജ് കോസ്റ്റ്. ദാറ്റ് ഈസ് കോസ്റ്റ് പെർ ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് പ്രോഫിറ്റ് പെർ യൂണിറ്റ്? പ്രോഫിറ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്ന പോയിന്റ് ആണ് AE. ഓക്കെ, AE റെപ്രസെൻറ്റ്സ് പ്രോഫിറ്റ് പെർ ഔട്ട്പുട്ട് അഥവാ യൂണിറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ദെൻ നൗ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ടോട്ടൽ റവന്യൂ ഹിയർ. ഓക്കെ, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. കാരണം എന്താ? ടോട്ടൽ റവന്യൂ എന്താണ്? P ഇൻറ്റു Q ആണ്. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് നമുക്കറിയാം OP ആണെന്ത്? പ്രൈസ്. അപ്പോൾ അവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ ഞാനിവിടെ എഴുതുന്നുണ്ട്, നേരിട്ട് ശ്രദ്ധിക്കാം. ടോട്ടൽ റവന്യൂ ഇസ് ഈക്വൽ ടു OQEP. ഓക്കെ, OQEP. ഓക്കെ, ഇത്ര പോർഷൻ വരുന്നു OQEP, റൈറ്റ്? ദെൻ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നതോ OQAC. ഇത്രയും പോർഷനാണ് വരുന്നത് OQAC. ഓക്കെ,
Then profit is equal to pi is equal to എന്താണ് total revenue minus total cost. OQEP minus OQAC. Then you will get, you know, CAEP. Okay, this is the excess profit. Okay, നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, excess profit or super normal profit എന്ന് അവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് എക്സസ് പ്രോഫിറ്റ് കിട്ടിയത്? കാൽക്കുലേഷൻ കറക്റ്റ് ചെയ്ത് നമ്മൾ ആൻസർ ഷീറ്റിൽ കൊടുക്കണം കേട്ടോ. ദാറ്റ് ഈസ് OQEP മൈനസ് ടോട്ടൽ കോസ്റ്റ് ഏതാ, OQAC. ഓക്കെ, ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, CAEP. അഥവാ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത റെക്റ്റാങ്കിൾ ആണെന്ത്, എക്സസ് പ്രോഫിറ്റ് ഓർ അബ്നോർമൽ പ്രോഫിറ്റ് ഓർ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. Now we can consider the second possibility, that is, you know, losses, or simply we can say subnormal profit. അവിടെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കീവേഡ് ഹിയർ, you know, average cost is greater than average revenue. ഓക്കെ, നമ്മുടെ ആവറേജ് കോസ്റ്റ് കർവ് വരക്കും എന്ത് ചെയ്യണം, ആവറേജ് റവന്യൂ കർവിൻ്റെ മുകളിൽ വരക്കണം. ആ മാറ്റർ മാത്രമേ നിങ്ങൾ ആലോചിച്ചാൽ മതി. സിമ്പിൾ ഫിഗറാണ്, ലിസൺ വെരി കെയർഫുള്ളി. ഓക്കെ, ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഫിഗർ വരക്കുകയാണെങ്കിൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ഇല്ല. OX, you know, we will measure output. Okay, then OY axis we can take price, revenue and cost. ഓക്കെ, സെയിം ഫിഗർ ആണ്, വേറെ വലിയ മാറ്റർ ഒന്നും ഇവിടെ ഇല്ല. എൻ്റെ കൂടെ ഉണ്ടാവുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് കർവ് വരക്കുന്നു. സ്ട്രൈറ്റ് ലൈൻ ആണ്, നമുക്കറിയാം. ആവറേജ് റവന്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു മാർജിൻ റവന്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ഡിമാൻഡ് ആൻഡ് പ്രൈസ്. ഓക്കെ, now we can draw what is short run average cost. അപ്പോൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ആവറേജ് റവന്യൂവിൻ്റെ താഴെ വരച്ചാൽ എന്താവും, എക്സസ് പ്രോഫിറ്റ് ആവും. അപ്പോൾ ഇവിടെ ജസ്റ്റ് എന്താ ചെയ്യുക, യു ഷേപ്പ് ആണ്, ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ദിസ് ഈസ് ദി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ നമുക്കറിയാം, ദിസ് ഈസ് ദി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ആ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന് എന്താ, മിനിമം പോയിന്റ് പിടിക്കുക. ദിസ് ഈസ് ദ മിനിമം പോയിന്റ്. ഓക്കെ, മിനിമം പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ പോയിന്റിലൂടെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് പാസ് ചെയ്യുക. ഓക്കെ, ലിസൺ വെരി കെയർഫുള്ളി. ദിസ് ഈസ് ദി ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. ഓക്കെ, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ആ മാറ്റർ കഴിഞ്ഞിട്ട്, കാരണം എന്താണ്, മിനിമം പോയിന്റ് അതിലൂടെ മാർജിനൽ കോസ്റ്റ് പാസ് ചെയ്തു. ഇനി നമുക്ക് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് കാണാന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു മാർജിൻ റവന്യൂ. ഇതാണ് പോയിന്റ്. ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യരുത്. ഓക്കെ, ദിസ് ഈസ് ദി പോയിന്റ്. അവിടെ എന്താണ്, we can simply say E, where, you know, short run marginal cost is equal to marginal revenue. അതാണ് equilibrium condition 1. Second condition എന്താണ്, marginal cost is rising at the point of intersection. അഥവാ slope of MC is greater than slope of marginal revenue. Now we can see the equilibrium output, that is, you know, just to draw to the output axis. This is OQ. Now, you know, price എവിടെ ഉണ്ടാവുക, average revenue curve ആണ്. Then we can simply say price. കോസ്റ്റ് കിട്ടാൻ എന്ത് ചെയ്യണം, ആവറേജ് കോസ്റ്റിൻ്റെ കർവിലേക്ക് കട്ട് അങ്ങോട്ട് ചെയ്യിപ്പിക്കണം. ഓക്കെ, ദിസ് ഈസ് ദി കോസ്റ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ആവറേജ് കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് റവന്യൂ. ഓക്കെ, ലോസസ് ഓർ സബ്നോർമൽ പ്രോഫിറ്റിൻ്റെ കണ്ടീഷനാണ്. നൗ യു ക്യാൻ ജസ്റ്റ് ഷെയ്ഡ് ഇറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ലോസസ് വരക്കാൻ എന്താണ്, ജസ്റ്റ് ഈ കണ്ടീഷനാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. OQ ഞാനിവിടെ എന്താണ്, യെസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ദിസ് ഈസ് ദ കണ്ടീഷൻ. ഇവിടെ നിങ്ങൾക്ക് എന്താണ്, ടോട്ടൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ റവന്യൂ ആണ്. കാരണം എന്താ, ടോട്ടൽ കോസ്റ്റ് എന്താണ്, OQSC. ടോട്ടൽ റവന്യൂ എത്രയേ ഉള്ളൂ, OQEP. ഓക്കെ, ദെൻ ലോസസ് ഈക്വൽ ടു PESC. നമ്മൾ PESC ആ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എന്ത്, ലോസസ്. Then you can just mark like this. Okay, this is losses or subnormal profit. Normal profit, നമുക്കറിയാം നോർമൽ പ്രോഫിറ്റ് ലോങ് റണ്ണിൽ എന്ത് മാത്രമേ ഉള്ളൂ, നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവും. That we will discuss in the coming video. But here we can just draw the normal profit. Here, you know, the condition is that average cost is equal to average revenue. Okay, ഇവിടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫിഗർ വരക്കാൻ പറ്റും. Listen very carefully. O axis here, you know, output. Okay, then OY axis, you know, price, then revenue and cost. Okay, ഇവിടുത്തെ കേസ് സിമ്പിൾ ആണ് കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് എന്താണ്, നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റിൻ്റെ
വരക്കാൻ വളരെ ഈസിയാണ്. ദാറ്റ് ഈസ് ആവറേജ് റവന്യൂ വിച്ച് ഈസ് ഈക്വൽ ടു മാർജിൻ റവന്യൂ വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ഡിമാൻഡ് ആൻഡ് സോ ഓൺ. വി നോ ദ പോയിന്റ്. ഹിയർ ആവറേജ് കോസ്റ്റ് എന്തായിരിക്കണം? മാർജിൻ റവന്യൂ ആവറേജ് റവന്യൂവിൻ്റെ ടാൻജൻ്റ് ഇത് പോകണം. ഓക്കെ, ദിസ് ഈസ് ദ കണ്ടീഷൻ. ഓക്കെ, ലോങ് റണ്ണിൽ ഉള്ളതിൽ നമ്മൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദിസ് ഈസ് ദി ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിന്റ് ഇവിടെയാണ്. ആ പോയിന്റിലൂടെയാണ് എന്ത് ആര് കട്ട് ചെയ്യുക? ലിസൺ വെരി കെയർഫുള്ളി. നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാം. സി ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. ദിസ് ഈസ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്. And see, this is the equilibrium output, OQ. Okay, this is the equilibrium output. Okay, now I would like to draw here that is mark E, QE, then here price or cost. Okay, now what is the total revenue here? Total revenue OQEP. Then what is total cost? Same and OQEC. That is the firm is earning only normal profit, where we can see average cost is equal to average revenue. Excess profit ഇല്ല, നഷ്ടമില്ല, എന്തേ ഉള്ളൂ? നോർമൽ പ്രോഫിറ്റ് ഉള്ളൂ. ആ നോർമൽ പ്രോഫിറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്? ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് റവന്യൂ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ എന്തായി? നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷൻസ് നിങ്ങൾക്ക് എന്താണ് ഹൈലൈറ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്ത് അതിൻ്റെ പോർഷൻ എന്ത് ചെയ്യണം? വരച്ച് മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. റിവിഷൻ നടത്തുക. ഒരുപാട് തവണ ഗ്രാഫൊക്കെ വരച്ചിട്ട് പഠിക്കുക. എക്സാമിന് നമുക്ക് ഫുള്ള് എഴുതാൻ കഴിയും, നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇൻ ദി കമ്മിങ് വീഡിയോ വി വിൽ ഡിസ്കസ് ലോങ് റൺ ഇക്വിലിബ്രിയം ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അവിടെ ഈ 3 ഫിഗർ ഒന്ന് വരയ്ക്കാനെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? നോർമൽ പ്രോഫിറ്റ് മാത്രമേ ലഭിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ 2 വീഡിയോയും കൂടി കമ്പൈൻഡ് ആയിട്ടും എന്താണ് ഇത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.